ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക എയ്ഡ്സ് ദിനം ആചരിക്കുമ്പോൾ ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. HIV ബാധിതരോടുള്ള പിന്തുണയും എയ്ഡ്സ് ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. ലോകത്തെമ്പാടുമായി ഏകദേശം 40 ദശലക്ഷത്തിലധികം പേർ HIV ബാധിതരാണ് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകളിൽ വ്യത്യാസമുണ്ടാകാം, എന്നാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം കണക്കുകൾ സഹായിക്കുന്നു. ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുക വഴി രോഗപ്രതിരോധ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന അവസ്ഥയാണ് എയ്ഡ്സ് അഥവാ അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. 1998 എയ്ഡ്സ് ദിനാചരണത്തിന് തുടക്കമിട്ടത്. എയ്ഡ്സ് ബാധിച്ച വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ് അനേകം മറ്റ് അസുഖങ്ങൾ ബാധിക്കാറുണ്ട്. കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV ബന്ധപ്പെട്ട ബോധവൽക്കരണം, കൗൺസിലിംഗ്, HIV പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുക, HIV ബാധിതർക്ക് പരിചരണവും പിന്തുണയും ഉറപ്പാക്കുക തുടങ്ങി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ പീയൂഷ് M. നമ്പൂതിരിപ്പാട്. പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ദിനംപ്രതി അപ്രതീക്ഷിതവും അപൂർവങ്ങളുമായ രോഗങ്ങൾ ആരോഗ്യ മേഖലയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അത്ഭുതകരമായ വികാസം ആശ്വാസമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്ന രോഗങ്ങൾക്ക് മുന്നിൽ നാം പലപ്പോഴും പതറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ ജീവിക്കേണ്ടതും HIV-യെയും മറ്റു ലൈംഗിക രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഇവയെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാകേണ്ടതും അത്യന്താപേക്ഷിതമാണ്. HIV എങ്ങനെ പകരുന്നു, എങ്ങനെ പകരുന്നില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. പിടിപെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കണം. കണക്കുകൾ പറയുകയാണെങ്കിൽ ലോകത്താകമാനം ഏകദേശം 4 കോടിയിൽ പരം HIV അണുബാധിതരുണ്ട്. 2024 മാത്രം 13 ലക്ഷം ആളുകളിൽ HIV അണുബാധ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ 25 ലക്ഷം ആളുകളാണ് HIV അണുബാധിതരായിട്ടുള്ളത്. 2024 63,000-ഓളം അണുബാധിതരെ നാം കണ്ടെത്തി. കേരളത്തിൽ 26,038 ആളുകൾ HIV അണുബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2024 മാത്രം 1,213 ആളുകളിൽ പുതിയതായി HIV അണുബാധ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ യുവജനത 15-25 വയസ്സിന് ഇടയിലുള്ള പ്രായക്കാർക്ക് ഈ അവസരത്തിൽ HIV അണുബാധ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ മേഖലയിലെ സേവന കേന്ദ്രങ്ങളിൽ വന്ന് പരിശോധന നടത്തി ചികിത്സ എടുക്കുന്നതും സർക്കാർ സംവിധാനത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായ HIV അണുബാധ കണക്കുകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. HIV അണുബാധിതരായിട്ടും അതറിയാതെ അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. HIV അണുബാധ ഉണ്ടായാലും വർഷങ്ങളോളം യാതൊരു പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിൽ അണുബാധിതരായിട്ടുള്ളവർ 95% വ്യക്തികളിലെങ്കിലും അവരുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കണം. കൂടാതെ ചികിത്സയിൽ ഉള്ളവരിൽ 95% വ്യക്തികൾക്കെങ്കിലും വൈറൽ സപ്രഷൻ ഉറപ്പാക്കുകയും വേണം. ഇതിനായുള്ള കഠിന പ്രയത്നത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ഇതിനായി വിവിധ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. HIV കൗൺസിലിംഗിലും മറ്റും നമ്മൾ ജ്യോതിസ് കേന്ദ്രങ്ങളും ചികിത്സയ്ക്കായി ART, ഉഷസ് കേന്ദ്രങ്ങളും ലൈംഗിക രോഗ ചികിത്സയ്ക്കായി പുലരി കേന്ദ്രങ്ങളും HIV അണുബാധ പിടിപെടാൻ സാധ്യത കൂടിയ വിഭാഗങ്ങളിൽ സുരക്ഷാ പ്രൊജക്ടുകളും കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആപ്തവാക്യം പാലിക്കുന്നതാണ് ഏതൊരു ആരോഗ്യ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരം.
HIV കാര്യത്തിലും പ്രതിരോധം തന്നെയാണ് പ്രധാനം. സ്ത്രീകൾ ഒരു വൾനറബിൾ കാറ്റഗറിയാണ്. HIV-യും സിഫിലിസും പോലുള്ള ലൈംഗിക രോഗങ്ങൾ പിടിപെട്ടാൽ സ്ത്രീകൾ ആകെ ബുദ്ധിമുട്ടിലാകും. സ്വന്തം ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് പ്രാധാന്യം നാം നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ വരും തലമുറയിലേക്ക് HIV-യും സിഫിലിസും പകരുന്നത് തടയുന്നതിനായി എല്ലാ ഗർഭിണികളെയും ഈ 2 പരിശോധനകളും നിർബന്ധമായി നടത്തേണ്ടതുണ്ട്. അതിനൊരു ക്യാമ്പയിനായി എലിമിനേഷൻ ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് HIV ആൻഡ് സിഫിലിസ് നടത്തുന്നു. ഗർഭിണി പോസിറ്റീവാണെന്ന് കണ്ടാൽ ചികിത്സയിലൂടെ HIV-യും സിഫിലിസും കുഞ്ഞിലേക്ക് പകരുന്നത് പൂർണ്ണമായി നമുക്ക് തടയാം. ഇതൊക്കെ മനസ്സിലാക്കി ഓരോ വ്യക്തിയും HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം യുവാക്കൾ ലഹരിക്കടിമയാകുന്നുണ്ട്. പലതരത്തിലുള്ള ലഹരികൾ. വല്ലാത്തൊരു അവസ്ഥയിലൂടെ നമ്മുടെ തലമുറ കടന്നു പോകുന്നുണ്ടോ എന്ന് നാം എല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ മഹാവിപത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ സമ്പത്താണ്, രാഷ്ട്ര സമ്പത്താണ്. ഇത്തരം രോഗങ്ങളിൽ നിന്ന് എല്ലാ അർത്ഥങ്ങളിലും വിട്ടുനിൽക്കാൻ നമ്മൾ രാപ്പകലില്ലാതെ അക്ഷീണം പരിശ്രമിക്കണമെന്ന് നല്ലവരായ ജനങ്ങളോട് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയും വൈറസ് ബാധിച്ച വ്യക്തിയുടെ രക്തം സ്വീകരിക്കുന്നത് വഴിയും HIV പകരാവുന്നതാണ്. രോഗം ബാധിച്ച മാതാവിൽ നിന്നും ഗർഭസ്ഥ ശിശുവിന് രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗവും HIV ബാധയ്ക്ക് കാരണമാകുന്നു. സിറിഞ്ചിന്റെ ഉപയോഗം മയക്കുമരുന്ന് രംഗത്ത് വ്യാപകമാണ്. ഒരേ സിറിഞ്ച് തന്നെ ഉപയോഗിക്കുന്നത് വഴിയാണ് ഇവ പകരുന്നത്. എല്ലാ ആശുപത്രികളിലും എയ്ഡ്സ് പരിശോധനയ്ക്കുള്ള സൗകര്യം നിലവിലുണ്ട്. രക്തപരിശോധനയുടെ ഫലം രഹസ്യമായി ആ വ്യക്തിയെ മാത്രമേ അറിയിക്കുകയുള്ളൂ. അതിനാൽ തന്നെ രോഗമുണ്ടെന്ന് സംശയം തോന്നിയാൽ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. എയ്ഡ്സ് പകരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് പ്രധാനം. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത കുമാരി എൽ. HIV അണുബാധയെക്കുറിച്ചും എയ്ഡ്സിനെക്കുറിച്ചുമുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഉദ്ദേശ്യം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2024 ഏകദേശം 41 ദശലക്ഷം ആൾക്കാർ HIV അണുബാധയോടെ ജീവിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 1.5 ദശലക്ഷം പേർ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നതാണ് ദുഃഖകരമായ വസ്തുത. കഴിഞ്ഞ വർഷം മാത്രം 75,000 കുട്ടികൾ ഉൾപ്പെടെ 5,55,000 പേർ എയ്ഡ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മരണങ്ങളും രോഗബാധയും കുറഞ്ഞുവെങ്കിലും ഈ രോഗം മനുഷ്യരാശിക്ക് ഒരു ഭീഷണിയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രവൃത്തി ദിനങ്ങളുടെ നഷ്ടവും രോഗപരിചരണ ചെലവും ലോക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്നുണ്ട്. കേരളത്തിലെ എയ്ഡ്സ് പ്രിവലൻസ് 0.07 എന്നതിൽ നിന്നും 2030 0 എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം ഈ ദിനാചരണം നടത്തുന്നത്. പുതിയ HIV അണുബാധ 0 എത്തിക്കുക, എയ്ഡ്സ് മൂലമുള്ള മരണങ്ങൾ 0 എത്തിക്കുക, രോഗബാധിതരെ അകറ്റി നിർത്തുന്ന അവസ്ഥ 0 എത്തിക്കുക എന്നീ 3 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂടെയാണ് നാം ഈ ലക്ഷ്യത്തിൽ എത്തുന്നത്. കേരളത്തെ പോലെയുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇപ്പോഴും രോഗബാധിതർ അകറ്റി നിർത്തപ്പെടുന്നു എന്നത് തീർച്ചയായും മാറി വരേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഈ രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും രോഗബാധിതരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്ന മാതൃകയായി മാറേണ്ടതുമാണ്. രോഗികൾക്ക് ആവശ്യമുള്ള ചികിത്സയും മരുന്നും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിന്റെയും കൂടിയുള്ള ഉത്തരവാദിത്തമാണ്. അവരുടെ ഭക്ഷണക്രമം, ആരോഗ്യപാലനം, മരുന്നുകളുടെ ഉപയോഗം എന്നിവയെക്കുറിച്ച് HIV ബാധിതർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും ബോധവൽക്കരണം നടത്തേണ്ടതുമാണ്. മാനസികമായി അവർക്ക് പിന്തുണ കൊടുക്കുക എന്നതാണ് വളരെ പ്രധാനം. പട്ടം SUT ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു. HIV വൈറസ് ഒരു രോഗിയുടെ രോഗപ്രതിരോധ ശേഷിയാണ് ബാധിക്കുന്നത്. അതിനാൽ എയ്ഡ്സ് രോഗികളെ സംബന്ധിച്ച് പോഷകാഹാരം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരിയായ ശരീരഭാരം നിലനിർത്തുന്നതിനും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും മരുന്നുകൾ പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്.
കൂടാതെ ശരീരത്തിന് എയ്ഡ്സ് മൂലം ഉണ്ടായേക്കാവുന്ന വിവിധതരം അണുബാധകളോട് ചെറുത്തു നിൽക്കുന്നതിനും HIV മരുന്നുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാവാനും പോഷകസമ്പുഷ്ടമായ ഭക്ഷണം അത്യാവശ്യമാണ്. HIV അണുബാധയുടെ തുടക്കം മുതൽ തന്നെ ശരിയായ ഭക്ഷണം കഴിക്കുന്ന രോഗികൾക്ക് ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ പോലും ശരീരത്തിന് ഉണർവും ബലവും നിലനിർത്താനും ഹൃദയാരോഗ്യം, പേശികളുടെ ബലക്ഷയം, ശരിയായ ദഹനം, എല്ലുകളുടെ ആരോഗ്യം എന്നിവ കാത്തുസൂക്ഷിക്കാനും സാധിക്കുന്നു. HIV അണുബാധ മൂലം ചില രോഗികൾക്ക് ഭക്ഷണം കഴിക്കാനോ വിഴുങ്ങാനോ ഉള്ള ബുദ്ധിമുട്ടുകളും വിശപ്പില്ലായ്മ, ഛർദിൽ, വയറിളക്കം പോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതിനാൽ ശരിയായ അളവിൽ ഭക്ഷണവും മരുന്നുകൾ പോലും കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി കാണുന്നു. പോഷകങ്ങളുടെ ലഭ്യതക്കുറവ് രോഗശമനത്തിന് കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. HIV ബാധിതർക്ക് കൂടുതൽ ഊർജവും വിറ്റാമിനുകളും പോഷകങ്ങളും ശരീരത്തിന് ആവശ്യമാണ്. ഭക്ഷണത്തിലൂടെ മാത്രം എല്ലാ പോഷകങ്ങളും ലഭിക്കുക എന്നത് ഒരു HIV ബാധിതനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ജോലിയാണ്. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൾട്ടി വൈറ്റമിൻ ഗുളികകളും ഒരു ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിൽ ഭക്ഷണക്രമവും പ്രോട്ടീൻ സപ്ലിമെന്റുകളും എടുക്കാൻ ശ്രമിക്കുക. ഇവ ശരിയായ പോഷണം രോഗിക്ക് ലഭിക്കാൻ സഹായിക്കും. രോഗിക്ക് ഛർദി, ഓക്കാനം, വിശപ്പില്ലായ്മ എന്നിവ ഉണ്ടാകുന്നതിനാൽ ചെറിയ അളവിൽ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ പച്ചക്കറി സൂപ്പുകൾ, പഴച്ചാറുകൾ, ദ്രവരൂപത്തിലുള്ള ആഹാരം എന്നിവ ഇടയ്ക്കിടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടുതൽ നേരം വിശന്നിരിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആവശ്യമായ പോഷകങ്ങൾ ശരീരത്തിൽ എത്തുവാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു അസുഖമായതിനാൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ എളുപ്പത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതിനായി ഭക്ഷണം തയ്യാറാക്കുമ്പോഴും സൂക്ഷിച്ചു വെക്കുമ്പോഴും മതിയായ വൃത്തിയും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. എല്ലാവരെയും പോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം HIV ബാധിതർക്കും ഉണ്ട്. മറ്റ് അസുഖങ്ങളെപ്പോലെ തന്നെ എയ്ഡ്സും ഒരു അവസ്ഥയാണെന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടാകണം. ആലിംഗനം, ഹസ്തദാനം തുടങ്ങിയവയിലൂടെ ഇവ പകരുന്നില്ല. സാധാരണ രീതിയിലുള്ള സ്പർശനം, ഭക്ഷണം പങ്കിടൽ, പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയൊന്നും എയ്ഡ്സ് പകരാറില്ല. എന്നാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വഴി HIV ബാധിതർക്ക് സമൂഹത്തിൽ വിവേചനം അനുഭവപ്പെടാറുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ശ്രീകേഷ് കുമാരപുരം. സമൂഹം ഇത്രയേറെ പുരോഗതി കൈവരിച്ചിട്ടും HIV ബാധിതരോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള സമീപനത്തിൽ ഒട്ടും മാറ്റമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ കാണുവാൻ കഴിയുന്നത്. സ്പർശിക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ഭക്ഷണം പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് മൂലം HIV പകരുകയില്ല എന്ന ശാസ്ത്രീയമായ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രോഗബാധിതരെ ഭയവും വെറുപ്പും അവജ്ഞയും കലർന്ന മനോഭാവത്തോടെ അകറ്റി നിർത്തുന്ന പ്രവണതയാണ് കാണുവാൻ കഴിയുന്നത്. മറ്റ് പല മാറാരോഗങ്ങളുടെയും കാര്യത്തിൽ രോഗിക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സഹാനുഭൂതിയോ പിന്തുണയോ HIV കാര്യത്തിൽ ലഭിക്കുന്നില്ല. വിവിധ മാർഗങ്ങളിലൂടെ HIV ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാമെന്നിരിക്കെ പിഞ്ചു കുട്ടികളടക്കം HIV പോസിറ്റീവായ എല്ലാവരെയും വലിയ തെറ്റുകാരായും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നുമുള്ള പൊതുബോധമാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും വച്ചു പുലർത്തുന്നത്. HIV-ക്കെതിരെയുള്ള ഫലപ്രദമായ വാക്സിനുകളും ഔഷധങ്ങളും ആധുനിക വൈദ്യശാസ്ത്രം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ HIV ബാധിതരിൽ ഒരാൾ പോലും പാർശ്വവൽക്കരിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറയുകയും ശരീരം ദുർബലമാകുകയും ചെയ്യുന്ന അവസരത്തിൽ ക്ഷയം ഉൾപ്പെടെയുള്ള അണുബാധകൾ ശരീരത്തിൽ ഉണ്ടാവുകയും അത് ജീവഹാനി വരെ സംഭവിക്കാൻ കാരണമാകുകയും ചെയ്യും. ചികിത്സ ഇല്ലാത്ത രോഗമാണ് എന്ന ധാരണ പൊതുവെ ഉണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ ചികിത്സിച്ചു തുടങ്ങിയാൽ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതാണ്. സമൂഹത്തിൽ എയ്ഡ്സിനെക്കുറിച്ചും അത് പകരുന്ന വിധത്തെക്കുറിച്ചും എല്ലാവർക്കും ധാരണയുണ്ട്. പലപ്പോഴും സുരക്ഷിത മാർഗങ്ങൾ പാലിക്കാറില്ല എന്നതാണ് വസ്തുത. സമൂഹത്തിൽ ഈ രോഗത്തിന്റെ വ്യാപ്തി അറിയുകയും ബോധവൽക്കരണം നടത്തുകയും വേണം. ആവശ്യമുള്ള മാനസിക ശാരീരിക പിന്തുണ നൽകി HIV ബാധിതരെയും സമൂഹത്തിന്റെ ഭാഗമാക്കാം. മറ്റ് പകർച്ചവ്യാധികളിൽ നിന്ന് വ്യത്യസ്തമാണ് എയ്ഡ്സ് രോഗം. ശരിയായ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ മനുഷ്യരാശിക്ക് എയ്ഡ്സ് രോഗത്തെ അകറ്റി നിർത്താം. എയ്ഡ്സ് രോഗമുണ്ടാകുന്നതിന്റെ കാരണങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. എയ്ഡ്സിനെ കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണത്തിലൂടെ എയ്ഡ്സ് രോഗികളെയും സമൂഹത്തിൽ ചേർത്ത് നിർത്താം.
വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.